നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമ വെട്ടിയൊതുക്കി തിങ്കളാഴ്ച തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ എഡിറ്റിംഗ് ജോലികൾ ഇതുവരെ പൂർത്തിയായില്ല എന്നും ചൊവ്വാഴ്ചയോടെ പുതുക്കിയ സിനിമ തിയേറ്ററുകളിലെത്തുമെന്നും നിർമ്മാതാക്കൾ പറയുന്നു. വിവാദങ്ങൾ കൊണ്ടൊരു സിനിമ വിജയിക്കുന്ന കാഴ്ച സിനിമ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുന്നുവെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരുമൊക്കെ തുടർച്ചയായി തങ്ങളുടെ വിജയകഥയുടെ പോസ്റ്റുകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ തങ്ങളുടെ കളക്ഷൻ 200 കോടിയിലെത്തി എന്ന തലത്തിലാണ് എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രചാരണം. സിനിമയ്ക്കെതിരെ സംഘപരിവാർ കളത്തിലിറങ്ങിയതോടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായി എമ്പുരാൻ്റെ പിന്നാലെ കൂടി. വലിയ പിന്തുണയാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എമ്പുരാന് നൽകുന്നത്. എമ്പുരാൻ ലോക ബോക്സ് ഓഫീസിൽ 3ാം സ്ഥാനത്തെത്തിയിരിക്കുന്നുവെന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നു. $19 മില്യൺ കളക്ഷൻ നേടിയതോടെ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, വർക്കിംഗ് മാൻ എന്നീ ചിത്രങ്ങളുടെ തൊട്ടടുത്ത് എമ്പുരാൻ നിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ മലയാളത്തിലെ റിപ്പോർട്ടുകൾ. കേരളത്തിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ 2 ദിവസമായി ചിത്രത്തിന് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള തള്ളുകൾ ഇപ്പോൾ ശക്തമാണ്. സിനിമ വെട്ടിമുറിക്കുന്നതിന് മുൻപ് കാണാനുള്ള പ്രേക്ഷകരുടെ തിരക്കായിരുന്നുവത്രേ. ആഗോളതലത്തിലുള്ള കളക്ഷൻ ഇന്നലെ 165 കോടി പിന്നിട്ടുവെന്ന പ്രചരണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മറുവശത്ത് വിവാദങ്ങൾക്കും ഒരു പഞ്ഞമില്ല. ഈ വിവാദങ്ങൾ കൊണ്ട് ആർക്കൊക്കെ നേട്ടമുണ്ടാക്കി എന്ന് പരിശോധിക്കുമ്പോൾ എമ്പുരാനത് വലിയ നേട്ടമുണ്ടായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെ എമ്പുരാൻ ടീം തങ്ങൾ കരുതിയതൊക്കെ അതുകൊണ്ട് തന്നെ എമ്പുരാൻ്റെ നിർമ്മാതാക്കൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. എമ്പുരാൻ സിനിമയെ RSS മുഖപത്രമായ ഓർഗനൈസർ വിടാതെ പിന്തുടരുകയാണ്. ശക്തമായ വിമർശനങ്ങളാണ് തുടർച്ചയായ 3ാം ദിവസവും ഓർഗനൈസറുകൾ വരുന്നത്. ഇതത്ര ശുഭസൂചകമല്ല. സിനിമയുടെ നിർമ്മാതാക്കൾ നേരത്തെ തന്നെ ഏറെ വിവാദങ്ങളിൽപ്പെട്ടവരാണ്. ആദായനികുതി വകുപ്പിൻ്റെ അടക്കം റെയ്ഡുകളിൽപ്പെട്ടിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലിനുമൊക്കെ. ഒരു പരിധി വിട്ട് ഗോകുലം ഗോപാലിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വരെ അന്വേഷണം നടന്നിരുന്നു. ഇനിയിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കടുത്തതാകും. നാഗ്പൂരിലെ RSS ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില സമവായ ചർച്ചകൾക്കുള്ള നീക്കം തകൃതിയായി നടക്കുന്നു. ഇതിനിടയിൽ തമിഴ്നാട്ടിലും ചില തമാശകൾ കണ്ടു തുടങ്ങി. എമ്പുരാൻ സിനിമയിലെ നെടുമ്പള്ളി അണക്കെട്ട് മുല്ലപ്പെരിയാർ എന്ന നിലയിലാണ് തമിഴ്നാട്ടിലെ കർഷകർ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അണക്കെട്ട് ബോംബ് വെച്ച് തകർക്കണമെന്ന സിനിമയിലെ പരാമർശത്തിനെതിരെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം. സിനിമയുടെ പ്രദർശനം തമിഴ്നാട്ടിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് ഫാർമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ രംഗത്തെത്തി. ഗോകുലം ചിറ്റ് ഫണ്ടിനെ തുരത്തുമെന്നും അവർ വെല്ലുവിളി ഉയർത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്നതാണ് എമ്പുരാൻ എന്ന സിനിമ. കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. തമിഴ്നാട് ഫാർമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിനുള്ള ഒരുക്കം തുടങ്ങി. ഇത് ഇനി എമ്പുരാന് തമിഴ്നാട്ടിൽ കൂടുതൽ സ്വീകാര്യത കൈവരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെ എമ്പുരാൻ എന്ന സിനിമ നിർമ്മിച്ച ഗോകുലം ഗോപാലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉയരുന്നത്. ഗോകുലം ചിറ്റ്സ് ഫണ്ടിനെ തമിഴ്നാട്ടിൽ നിന്ന് തുരത്തുമെന്ന് അവർ പറയുന്നു. മലയാളത്തിൽ നിർമ്മിച്ച് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും തന്നെ ഡബ്ബ് ചെയ്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രദർശനം നടത്തുകയാണ് എമ്പുരാൻ സിനിമ. എന്നാൽ സിനിമയിൽ നെടുമ്പള്ളി എന്ന സ്ഥലത്ത് അണക്കെട്ടുണ്ടെന്നും ഇത് ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നു. ഇത്തരം കാഴ്ചപ്പാടുള്ള സിനിമകൾ എങ്ങനെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിച്ചത് എന്ന ചോദ്യവും തമിഴ്നാട്ടിലെ കർഷകർ ഉയർത്തുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തമാണെന്നും 152 അടി ജലം സംഭരിക്കാനാവുമെന്നും 2006-2014 വർഷങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടപ്പോഴും സിനിമയിലെ പരാമർശങ്ങൾ കോടതി വിധിക്ക് വിരുദ്ധമാകാൻ കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിക്കാൻ പാടില്ലായിരുന്നു. തേനി, ദിണ്ടിഗൽ, മധുരൈ, ശിവഗംഗെ, രാമനാഥപുരം ജില്ലകളിലായി 1 കോടി ജനങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ക്ഷേത്രമായി പോലും ആരാധിക്കുന്നു. ഇത് നിർമ്മിച്ച കേണൽ ബെന്നി ക്വിക്കിനെ അവർ ദൈവമായി ആരാധിക്കുന്നു. തമിഴ്നാടിൻ്റെ അവകാശത്തിൻ്റെ പ്രതീകമാണ് മുല്ലപ്പെരിയാർ ഡാം എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും തമ്മിൽ ശത്രുതയുണ്ടാക്കാനുള്ള ആശയങ്ങൾ കുത്തിനിറച്ചതാണ് എമ്പുരാൻ സിനിമയെന്ന ആരോപണവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രം പുറത്തിറങ്ങി 4-5 ദിവസമായിട്ടും അഭിപ്രായം പറയാതെ തമിഴ് സിനിമാക്കാരും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരുമൊക്കെ മൗനം പാലിക്കുന്നുവെന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിൽ തമിഴ്നാടിൻ്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമാനമായ ഒരു സിനിമയെടുക്കാൻ
തമിഴ്നാട്ടിലെ സിനിമാ പ്രവർത്തകർക്ക് കഴിയുമോ എന്ന ചോദ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. തമിഴൻ എന്നവകാശപ്പെടുന്ന ലൈക്കിയും തമിഴ്നാട്ടിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഗോകുലം ഗോപാലനുമാണ് ഇതിൻ്റെ നിർമ്മാതാക്കളെന്ന് ഈ സംഘടനയുടെ മുഖ്യ പരാതി. ഈ സിനിമ തമിഴ്നാടിനെതിരാണ്, അതിനെ ശക്തമായി അപലപിക്കുന്നു. ഒരു വശത്ത് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് എമ്പുരാൻ മുന്നേറുമ്പോൾ മറുവശത്ത് വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ വലിയ തോതിൽ ആക്രമണത്തിനിരയാകുന്നു എമ്പുരാൻ സിനിമ. സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് ആക്രമണത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇത് BJPയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിജയമാണ്. സിനിമയിൽ നിന്ന് 2.3 മിനിറ്റ് ഭാഗം വെട്ടിനീക്കിയെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും ആളുകൾ തൃപ്തരല്ല. ചിത്രത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻലാലിനെതിരെ പരാതിയുമായി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ ഒരു മലയാളി എത്തി. മോഹൻലാൽ സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാറാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കത്ത് നൽകിയത്. മോഹൻലാലിന് നൽകിയ ഓണററി പദവി പുനരവലോകനം ചെയ്യണമെന്ന് മിഥുൻ വിജയകുമാർ പരാതിയിൽ പറയുന്നു. മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഇതിന് വിരുദ്ധമാണ് മോഹൻലാൽ എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെ NIA സ്വാധീനിക്കാൻ കഴിയുമെന്നതടക്കം ചിത്രം സൂചനകൾ നൽകുന്നുവെന്നും മിഥുൻ തന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കീർത്തിചക്ര ഇന്ത്യൻ സൈനികരെ അന്തസ്സോടെയും വീര്യത്തോടെയും ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു. അതിൽ അഭിനയിച്ചതിന് ശേഷമാണ് മോഹൻലാലിന് ഓണററി പദവി ലഭിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രം രാജ്യത്തെ യുവജനങ്ങളെ അടക്കം വലിയ രീതിയിൽ സ്വാധീനിച്ചുവെന്നും മിഥുൻ പറയുന്നു. ആവറേജിൽ താഴെയുള്ള ഒരു ചിത്രം വിവാദങ്ങൾ ഇന്ധനമാക്കി കുതിക്കുന്ന കാഴ്ച മറുവശത്ത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ പല തലങ്ങളിലും അത്ഭുതമായി മാറുന്നു. 200 കോടി ക്ലബിൽ 5 ദിവസം കൊണ്ട് ഇടം പിടിച്ചുവെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. മോഹൻലാൽ തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. റിലീസ് ചെയ്ത് വെറും 5 ദിവസം കൊണ്ട് എമ്പുരാൻ 200 കോടി ക്ലബിലെത്തി. എമ്പുരാൻ ചരിത്രം സൃഷ്ടിച്ചുവെന്നും മോഹൻലാൽ പറയുന്നു. അതേ, ചരിത്രം സൃഷ്ടിക്കുകയാണ് ഇപ്പോഴും എമ്പുരാൻ. ചിത്രത്തിൻ്റെ റീസെൻസറിംഗ് ഞായറാഴ്ച പൂർത്തിയായി എങ്കിലും എഡിറ്റിങ്ങും മാസ്റ്ററിങ്ങും പൂർത്തിയാക്കാൻ സമയമെടുത്തു. എഡിറ്റിങ്ങിന് ശേഷം ഹൈദരാബാദിൽ നടൻ നാഗാർജുനയുടെ ഉടമസ്ഥതയിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിലാണ് മാസ്റ്ററിംഗ് ജോലികൾ പൂർത്തിയാക്കിയത്. ഇന്നലെ വൈകിട്ടോടെ റീസെൻസർ ചെയ്ത ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചത്. മാസ്റ്ററിംഗ് പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ പ്രിന്റ് 90% തിയേറ്ററുകളുടെയും സെർവറിലേക്ക് അതിവേഗ ഇൻ്റർനെറ്റ് മുഖേന എത്തും. സിനിമയുടെ ദൈർഘ്യം എത്ര മണിക്കൂറാണോ അത്രയും സമയം തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനും അനിവാര്യമാണ്. എങ്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള തിയേറ്ററുകൾക്ക് 4-5 മണിക്കൂർ കൊണ്ട് അവരുടെ ജോലികളെല്ലാം പൂർത്തിയാക്കാം. അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യമില്ലാത്ത തിയേറ്ററുകളിൽ സിനിമ കോപ്പി ചെയ്ത ഹാർഡ് ഡിസ്ക് വാഹനത്തിലെത്തിക്കുകയാണ് പതിവ്. വിവാദങ്ങൾക്ക് ഇപ്പോഴും ഒരു പഞ്ഞവുമില്ല. മേജർ രവിയെ വീണ്ടും കടന്നാക്രമിച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ മാധ്യമങ്ങൾക്ക് തുടർച്ചയായി അഭിമുഖങ്ങൾ നൽകുന്നു. മല്ലിക സുകുമാരൻ്റെ കുറിപ്പിന് പിന്നാലെ മമ്മൂട്ടി പൂർണ്ണ പിന്തുണ അറിയിച്ചുവെന്നാണ് മല്ലിക ഇക്കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. പൃഥ്വിരാജിനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നുവെന്ന മല്ലിക സുകുമാരൻ്റെ ആക്ഷേപം. വിവാദങ്ങൾ ഇന്ധനമാക്കി വളരാൻ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ നോട്ടവും. അതുതന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. തൽക്കാലം എമ്പുരാൻ എന്ന സിനിമയിലൂടെ പരമാവധി കളക്ഷൻ സ്വന്തമാക്കുക. ആശീർവാദിൻ്റെ ലക്ഷ്യം അതുതന്നെ. എന്നാൽ ഗോകുലം ഗോപാലിൻ്റെ കാര്യം അത്ര ഭദ്രമല്ല എന്നുറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല റിപ്പോർട്ടുകളും. RSS ആസ്ഥാനത്തെ ചില നീക്കങ്ങൾ ഗോകുലം ഗോപാലൻ ഭയക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ ഈ സിനിമയെ അത്ര നിസ്സാരമായല്ല നോക്കിക്കാണുന്നത് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. മോഹൻലാൽ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് കുമാർ വഴി BJPയുടെ ഉന്നത തലങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തി തുടങ്ങി. മറുവശത്ത് RSS ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില സമവായ ചർച്ചകൾ തുടങ്ങിവെച്ചു. എന്നാൽ ആത്യന്തികമായി എമ്പുരാൻ സിനിമയുടെ പ്രമേയം മോഹൻലാൽ അറിഞ്ഞിരുന്നില്ല എന്ന അവകാശവാദം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് RSS. അതിൻ്റെ പ്രതിഫലനമാണ് ഓർഗനൈസറിലൂടെ നമ്മൾ തുടർച്ചയായി കാണുന്നത്. സിനിമ സാമ്പത്തികമായി വിജയിക്കുമ്പോൾ പലരുടെയും തനിനിറം പുറത്തായി ഇന്ന് കേരളത്തിലെ പ്രേക്ഷകർ പച്ചയ്ക്ക് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.